ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു ഇടപെടലാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഇഡിയുടെ ആക്ഷനിലേക്ക് പോയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇത് തുടക്കം മുതലേ ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ വലിയ ശ്രമങ്ങളാണ് ഇവർ ലിറ്റിഗേഷനിലൂടെ വ്യവഹാരങ്ങളിലൂടെ നടത്തുന്നത്. അപ്പം ഈ SFI അന്വേഷണം പൂർത്തീകരിച്ചു. SFIയുടെ കുറ്റപത്രം കോടതി സമർപ്പിച്ചിട്ടുണ്ട്. അതിന് വീണ മൂന്നാം പ്രതിയാണ്. വീണ മൂന്നാം പ്രതി എന്ന് പറഞ്ഞാൽ കമ്പനി ലോ അനുസരിച്ച് നടത്തിയ എൻക്വയറിയിൽ ആ കമ്പനി അനധികൃതമായി ഏതെങ്കിലും തരത്തിലുള്ള സ്വത്ത് ഏതെങ്കിലും തരത്തിലുള്ള സേവനം നൽകിയിട്ടല്ല ആ കമ്പനി പണം കൈപ്പറ്റിയിട്ടുള്ളത് വളരെ വ്യക്തമായി ആ കുറ്റപത്രത്തിലുണ്ട്. അപ്പം ആ കുറ്റപത്രത്തിൽ PML ആക്ട് പ്രകാരം അന്വേഷിക്കേണ്ട കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആ കുറ്റപത്രത്തിൻ്റെ ഭാഗം. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രോസിക്യൂഷൻ നടപടി തടസ്സപ്പെടുത്താൻ വേണ്ടി ഡൽഹി ഹൈക്കോടതിയിൽ അവർ സ്റ്റേ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇതിന്മേൽ ED അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ നൽകിയ പരാതിയിൽ ED ഇവർക്ക് നോട്ടീസ് അയക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ നോട്ടീസിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ നിന്നും ഇവർ വാങ്ങിച്ച ഒരു സ്റ്റേ ആണ് ഇന്നലെ ഹൈക്കോടതി നീങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ED എൻക്വയറിക്ക് നിലവിൽ ഇപ്പോൾ നിയമപരമായ തടസ്സമില്ലാത്തതുകൊണ്ടാകാം ഇത്തരത്തിലുള്ള ഒരു ആക്ഷനിലേക്ക് ED പോയത്. ഇതേ കേസിൽ മറ്റൊരു രാഷ്ട്രീയ നേതാവ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലും ഹൈക്കോടതിയും സുപ്രീം കോടതിയും സമീപിച്ച സമയത്തൊക്കെ കേസെടുക്കാൻ അല്ലെങ്കിൽ അന്വേഷണം ആ ഒരു അപേക്ഷ തള്ളുകയാണ്, അല്ലെങ്കിൽ ഹർജി തള്ളുകയാണ് ചെയ്തത്. ഇപ്പോൾ ED റൈഡ് നടക്കുന്ന സമയത്ത് അല്ല, അതിന് ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് കൂടുതൽ സാമ്പത്തിക തിരിമറികൾ നടന്ന ഒരു കേസാണ്. മാത്രമല്ല ഇതിലേക്ക് വിജിലൻസിന് പോകണമെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ എൻട്രി ചെയ്യണം. ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് വീണ വിജയനാണ്. വീണ കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞാൽ വീണയുമായിട്ട് അനധികൃതമായ സാമ്പത്തിക ഇടപാട് നടന്നു എന്ന് തെളിയുന്നിടത്ത് മാത്രമേ വിജിലൻസ് ഉൾപ്പെടെയുള്ളവർക്ക് സ്കോപ്പുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിജിലൻസ് എൻക്വയറിക്ക് കൊടുത്തിട്ട് കാര്യമില്ല. ഇവിടെ SFI എൻക്വയറിയാണ് നടന്നത്. ആ എൻക്വയറി പൂർത്തീകരിച്ചു. വീണ ആ കേസിൽ മൂന്നാം പ്രതിയാണ്. ഒരുപക്ഷെ കേരളം ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ്. വീണ ആ കേസിൽ മൂന്നാം പ്രതിയാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ യാതൊരു സേവനം നൽകാതെ മുഖ്യമന്ത്രിയുടെ മകൾ ഇത്തരത്തിൽ പണം കൈപ്പറ്റിയിട്ടുണ്ട്. ആർക്ക് വേണ്ടിയാണെന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായി ED എൻക്വയറി വരുമ്പോൾ മുഖ്യമന്ത്രിയും മകളും അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, നിങ്ങൾ വഴി വരുന്ന വാർത്തയല്ലെന്ന് എനിക്കും അറിയത്തുള്ളൂ. എനിക്ക് അതിനപ്പുറത്തൊരു കാര്യങ്ങൾ അറിയില്ല. EDയുടെ അന്വേഷണം നടക്കട്ടെ. ED മാത്രമല്ല, ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്, SFIയും EDയും അതുപോലെ തന്നെ CBIയും ഈ കേസിലുണ്ടാകണം. കാരണം അടുത്ത ഘട്ടത്തിൽ കേരളത്തിൽ ഇവരിൽ നിന്നും പണം കൈപ്പറ്റിയിട്ടുള്ള പിണറായി വിജയൻ മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകളുടെ ലിസ്റ്റാണ് കോടതിയിൽ ഇരിക്കുന്നത്. ആ ലിസ്റ്റ് ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അത് തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ കൊടുത്ത ഹർജി അതിലും സ്റ്റേ മേടിച്ച് വെച്ചേക്കുക. അപ്പോൾ അതും കേരള ഹൈക്കോടതി പരിഗണനയിലാണ്. അതും എനിക്ക് അനുകൂലമായൊരു വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. സ്വാഭാവികമായിട്ടും കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഇന്ന് മാന്യന്മാരെന്ന് നിങ്ങളൊക്കെ വിലയിരുത്തിയിട്ടുള്ള പലരും അതിൽ ആ ലിസ്റ്റിലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഈ മുഖ്യമന്ത്രി അല്ലാത്ത പിണറായി വിജയനിലേക്ക് ഈ അന്വേഷണം വരുമ്പോൾ കൂടുതൽ ഊർജ്ജത്തോടെ പോകാനാകുമെന്നാണ്. അല്ല, എത്രയോ സംസ്ഥാനത്ത് എത്രയോ മുഖ്യമന്ത്രിമാരെ ED റെയ്ഡ് ചെയ്തിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം മുഖ്യമന്ത്രിയാണോ അല്ലയോ എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ EDയെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന വിഷയമല്ല. BJP ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തിരിച്ചു വ്യത്യാസമൊന്നും കാണില്ല. ഇപ്പം മുഖ്യമന്ത്രിയായിരുന്ന എത്രയോ വ്യക്തികളെ പേടിക്കാതെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെയാണോ പ്രതിപക്ഷത്തിരിക്കുന്ന പിണറായി വിജയൻ? അതൊന്നും EDയെ സംബന്ധിക്കുന്നൊരു പ്രശ്നമല്ലെന്ന് കാലം തെളിയിച്ചിട്ടുണ്ടല്ലോ. അല്ല, കുറേ കാലം ഭയപ്പെടണം. CPM ഭയപ്പെടണം, അതിനൊരു സംശയം വേണ്ട. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, സാമ്പത്തിക തിരിമറി നടത്തിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ മന്ത്രി റിയാസിൻ്റെ പ്രതികരണം വന്നു, കുറ്റം ചെയ്തിട്ടുണ്ട്, കൈക്കൂലി മേടിച്ചിട്ടുണ്ടെങ്കിൽ മോദി ഭരിക്കുന്ന ഇന്ത്യയിൽ ഭയപ്പെടുക തന്നെ ചെയ്യണം. അത് തുടർന്നുള്ള ദിവസങ്ങളിൽ അവർക്ക് മനസ്സിലാവും.